ഇവർ നിഷേധിക്കാൻ നോക്കുകയാണ്. വക്കീലിനെ വെച്ചിട്ട് പ്രഗത്ഭമായ വക്കീലാണ് അവർക്കുള്ളത്. ഷഹബാസിനെ കൊലപ്പെടുത്തിയ കുട്ടികളുടെ പിതാക്കൾ ഇന്ന് കോടതിയിലെത്തിയത് തങ്ങളുടെ മക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനും തുടർന്ന് ആഹ്ലാദ പ്രകടനം ആരംഭിക്കുവാനും എന്നിങ്ങനെയാണ് ഷഹബാസിൻ്റെ ഉപ്പ പറയുന്നത്. വെറും 15 വയസ്സുള്ള ഷഹബാസ് എന്ന പൊന്നുമോനെ ക്രൂരമായി കൂട്ടം ചേർന്ന് നെഞ്ചക്കുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നും നിയമപീഠത്തിൽ വിശ്വാസമുണ്ടെന്നും ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞു. തങ്ങളുടെ മകനെ കൊന്നു തള്ളിയവർക്ക് ജാമ്യം അനുവദിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത എങ്ങനെയാണ് ഈ കുടുംബത്തിന് സഹിക്കാനാകുന്നത്? ഇന്ന് ഷഹബാസിൻ്റെ കുടുംബം കോടതിയിലെത്തിയതും ജാമ്യം അനുവദിക്കരുതെന്നും ഇവരുടെ പിതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ള വ്യക്തമായ തെളിവ് നൽകുവാനും വേണ്ടി സ്വാധീനത്താൽ ആ തെളിവുകളെല്ലാം ഇവർ മൂടിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞു. ഏതൊരു പിതാവിനും മാതാവിനുമാണ് ഇത്തരമൊരു വാർത്ത സഹിക്കാനാകുക? തങ്ങൾ പോറ്റിക്കൊണ്ടുവന്ന മകൻ ഒരു വേളയിൽ ഇല്ലാതായിപ്പോയത്, അതും യാതൊരു കാരണവും കൂടാതെ. പ്രതികളുടെ കുടുംബം ഇന്ന് അവരെ കൂട്ടി വീട്ടിലേക്ക് പോകുവാനുള്ള സജ്ജീകരണത്തോടു കൂടിയാണ് കോടതിയിലെത്തിയത്. എന്നാൽ കോടതി അടുത്ത 8-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഒരിക്കലും ജാമ്യം അനുവദിക്കരുത്. അവരെ ചോദ്യം ചെയ്യപ്പെടുകയും ഇതിൻ്റെ പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചു എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്ത് കൊണ്ടുവരേണ്ടതുമാണ്. ഇവരുടെ പിതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്ന് ഷഹബാസിൻ്റെ ഉപ്പ ഉറപ്പിച്ചു പറയുകയാണ് ഇപ്പോഴും. അതിനുള്ള തെളിവുണ്ടെന്ന് പോലും ഇദ്ദേഹം പറയുന്നു. പക്ഷേ തങ്ങളുടെ സ്വാധീനത്താൽ ആ തെളിവുകളെല്ലാം നശിപ്പിക്കുവാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നതരായ വക്കീലന്മാരാണ് പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്നതെന്നും ഷഹബാസിൻ്റെ ഉപ്പ വേദനയോട് കൂടിയാണ് പറഞ്ഞത്. ഷഹബാസിന് നീതി ലഭിച്ചില്ലെങ്കിൽ അത് ഭൂമിയിൽ ഒട്ടേറെ കുട്ടികൾക്ക് ഇത്തരത്തിൽ ദാരുണ അന്ത്യം സംഭവിക്കുവാനുള്ള കാരണം ഉണ്ടാക്കി തരുത്. അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല. അത് ധാരാളം അച്ഛനമ്മമാർക്ക് തീരാവേദന സമ്മാനിച്ചു നൽകുന്നതാണ്. ഷഹബാസിന് നീതി ലഭിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമായി മാറണം. ഷഹബാസിന് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. നിയമപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെന്നും അവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നും ഷഹബാസിൻ്റെ ഉപ്പ പറഞ്ഞു. നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട് 8-ാം തീയതിക്ക് മാറ്റി നിങ്ങൾ അറിഞ്ഞല്ലോ. അതുകൊണ്ട് എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെന്ററിന്റെ ആളുകൾ ഇതിലുണ്ട്. അവർക്കറിയാൻ കഴിയുന്നത് അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് അടുത്ത ബാച്ചിലേക്കുള്ളതെന്നുള്ളത്. പക്ഷേ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീതി കിട്ടുമെന്നുള്ള, അതായത് അവർക്ക് നമുക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട്. അതിനുവേണ്ടി നമ്മളെ സാർമാർ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവർ ഇന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ജഡ്ജി നിങ്ങൾ കേട്ടല്ലോ, അതായത് ജഡ്ജി പറഞ്ഞത് ഞങ്ങളിന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു. പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട ആരാടി മണ്ണിലുള്ളത്. അവരിന്ന് സന്തോഷത്തിൻ്റെ പുറമെ വന്നത്. അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവരിന്ന് വന്നത്. അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഇപ്പോൾ നടന്നത്. എന്തായി കഴിഞ്ഞാൽ ഓരോ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് കുട്ടി ഇത്രയും ദൂരം ഒന്നില്ല, 1.5 കിലോമീറ്റർ പരിധിയിലാണ് നടക്കുന്നത്. 7 കിലോമീറ്റർ എന്നാണ് വക്കീൽ ബാധിക്കുന്നത്. അതായത് താമരശ്ശേരി ഹൈസ്കൂളും ഈ പറഞ്ഞ ഈ സംഭവം നടന്ന സ്ഥലവുമായിട്ട് 1.5 കിലോമീറ്റർ മാറ്റം. അതിന്റെ ചുറ്റാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ 7 കിലോമീറ്റർ എങ്ങനെ ആകുക? അവന്റെ സഹപാഠികൾ താമരശ്ശേരി ഉണ്ട്, അവിടേക്ക് ചെന്നല്ലേ. അതുകൊണ്ടാണല്ലോ ഇത് ഈ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഇവർ നിഷേധിക്കാൻ നോക്കുകയാണ്. വക്കീലിനെ വെച്ചിട്ട് പ്രഗത്ഭമായ വക്കീലാണ് അവർക്കുള്ളത്. ഒരു കാരണവശാലും അവർ ജാമ്യം അർഹിക്കുന്നില്ല എന്നാണ് ഞങ്ങളൊന്ന് കോടതിയിൽ വാദിച്ചത്.